പതിറ്റാണ്ടുകൾ കടന്നെത്തുന്ന ചോരപുരണ്ട ഓർമ്മകളാണ് അർജന്റീന ഇംഗ്ലണ്ട് പോരാട്ടങ്ങൾ ലോകത്തോട് പറയുന്നത്. ഫോക്ലൻഡ് യുദ്ധമെന്ന ഒരിക്കലും ഉണങ്ങാത്ത മുറിവാണ് അവർ തമ്മിലുള്ള കൂട്ടിമുട്ടലുകളെ എക്കാലവും തീ പിടിപ്പിക്കുന്നത്. 2026 അതിന് മാറ്റമില്ല. ലോകകപ്പിലെ സെമിക്ക് ശേഷവും ഫോക്ലൻഡിന്റെ രാഷ്ട്രീയം നീറിപ്പുകയുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ സെമിക്ക് ശേഷമുള്ള അർജന്റീനയുടെ വിജയാഘോഷമാണ് വിവാദമായിരിക്കുന്നത്. മാൽവിനകൾ അർജന്റീനക്കാരാണ് എന്നെഴുതിയ ബാനറാണ് മത്സരശേഷം ഗ്രൗണ്ടിൽ ഉയർത്തിയത്. മിഡ്ഫീൽഡർ ജിയോവാനി ലോസെൽസോയും നിക്കോളാസ് ഓട്ടോമെന്റിയുമാണ് കളത്തിൽ വിവാദ ബാനർ ഉയർത്തിയത്. ഫോക്ലൻഡ് ദ്വീപുകൾ അർജന്റീനയുടേതാണ് എന്നതാണ് ആ ബാനറിലെ വാചകങ്ങളുടെ അർത്ഥം. കളി കാണാനെത്തിയ ആരാധകരിൽ നിന്നാണ് താരങ്ങൾ ബാനർ വാങ്ങിയത്. എന്നാൽ കളത്തിൽ രാഷ്ട്രീയ ചിഹ്നങ്ങളോ പരാമർശങ്ങളോ പാടില്ലെന്ന ഫിഫയുടെ നിയമം ലംഘിക്കപ്പെട്ടെന്നാണ് അർജന്റീനയ്ക്കെതിരെ ഉയർന്ന ആരോപണം. ഇതോടെ അർജന്റീന താരങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഫിഫയുടെ വിലക്ക് ലംഘിച്ച അർജന്റീന ടീമിനെ ഒന്നടങ്കം വിലക്കണമെന്നാണ് ഇംഗ്ലീഷ് ആരാധകരുടെ ആവശ്യം. സ്പോൺസർമാരുടെ ലോഗോകളല്ലാതെ മറ്റൊരു ചിഹ്നവും കളിക്കാർ ഗ്രൗണ്ടിൽ പ്രദർശിപ്പിക്കരുതെന്നാണ് ഫിഫയുടെ നിയമം. നിയമം ലംഘിക്കപ്പെട്ടാൽ ആഗോള ഫുട്ബോൾ നിയമങ്ങൾ നിർമ്മിക്കുന്ന ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻ ബോർഡിന്റെ റൂൾ ബുക്ക് പ്രകാരം ഫിഫയ്ക്ക് നടപടി സ്വീകരിക്കാം. കളത്തിൽ രാഷ്ട്രീയ ചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചാൽ ടീമിനെ ഒന്നടങ്കം വിലക്കാനും റൂൾ ബുക്ക് ഫിഫയ്ക്ക് അധികാരം നൽകുന്നു. എന്നാൽ വിവാദത്തിൽ ഫിഫ അധികൃതർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം കളത്തിലെ വിവാദം മൈതാനത്തിന് പുറത്തേക്കും വ്യാപിക്കുകയാണ്. അർജന്റീന ടീമിനെ പിന്തുണച്ച് രാജ്യത്തിന്റെ വൈസ് പ്രസിഡന്റ് വിക്ടോറിയ വിലാറുവൽ രംഗത്തെത്തി. ഫോക്ലൻഡ് അർജന്റീനയുടേതാണ് എന്ന മുദ്രാവാക്യം സ്റ്റേഡിയത്തിലേക്ക് കൊണ്ടുവരുന്നത് നിരോധിക്കാൻ മാത്രമേ നിങ്ങൾക്ക് കഴിയുകയുള്ളൂ. ആ മുദ്രാവാക്യം ഞങ്ങളുടെ ഹൃദയത്തിലും രക്തത്തിലും ആഴത്തിൽ പതിഞ്ഞതാണെന്ന് നിങ്ങൾ മറന്നുവെന്നായിരുന്നു വിക്ടോറിയ എക്സിൽ കുറിച്ചത്. ഏതായാലും വിവാദം കളം നിറയുമ്പോൾ ഫിഫയുടെ നിലപാട് എന്തായിരിക്കുമെന്നാണ് ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത്.